പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ വൃദ്ധന്റെ കാല് തല്ലിയൊടിച്ചയാളെ പിടിച്ചുകൊടുത്തിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്ന് പരാതിയുമായി ജനപ്രതിനിധികൾ രംഗത്ത്. കഴിഞ്ഞ ജൂലൈ 19 വൈകുന്നേരം ജോസ്കുട്ടി എന്നയാളുടെ കാലാണ് ചന്ദ്രൻ എന്നയാൾ തല്ലിയൊടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് അംഗം മാത്യു കാരിത്താങ്കലടക്കം ചന്ദ്രനെ പിടികൂടി പോലീസിന് നൽകിയെങ്കിലും ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് മാത്യു കാരിത്താങ്കൽ പറയുന്നു. ജൂലൈ മാസം 19-ാം തീയതി അത് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ജോസുകുട്ടി എന്നു പേരുള്ള ഒരു 70 വയസ്സിനടുത്ത് പ്രായമുള്ള വൃദ്ധനായൊരു മനുഷ്യനെ പുളുങ്ങോം ടൗണിൽ വെച്ച് നിരവധി ആൾക്കാരുടെ കൺമുമ്പിൽ വെച്ച് ചന്ദ്രൻ എന്നു പേരുള്ള ഒരാൾ കാല് തല്ലിയടിക്കുകയുണ്ടായി. അതിനുശേഷം ആ ജോസുകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് കാല് തല്ലിയൊടിച്ച ചന്ദ്രനെ നാട്ടുകാർ കൂടി ചേർന്ന് അയാൾ കുറച്ചപ്പുറത്തൊരു ഹോട്ടലിൽ ചായ കുടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഏതാണ്ടൊരു 30ഓളം ആൾക്കാർ പോവുകയും ഈ ചന്ദ്രനെ പിടിക്കുകയും ചെയ്തു. ചന്ദ്രനെ പിടിച്ചതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് വെറുതെ നമുക്കൊരാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, വെറുതെ അല്ല, നിരവധി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു വൃദ്ധനായൊരു മനുഷ്യൻ്റെ കാല് തല്ലിയൊടിക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് പിടിച്ചത് എന്ന് സ്റ്റേഷനിലേക്ക് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരാളെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അയാളുടെ മൊഴിയെടുക്കണം, മാത്രമല്ല കേസ് രജിസ്റ്റർ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഒരാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുള്ളൂ. ഈ മൊഴിയെടുക്കേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും ഞങ്ങളല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പോലീസുകാർ പിടിച്ചില്ല. ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കൂലിപ്പണിക്കാരനും വൃദ്ധനുമായ ഒരു മനുഷ്യൻ്റെ കാല് നിരവധി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തല്ലിയൊടിച്ചിട്ട് അയാൾ നെഞ്ചു പിരിച്ചുകൊണ്ട് പുളുങ്ങോത്തൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാനും 5-ാം വാർഡ് മെമ്പർ സിബിയും കൂടി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഉടനെ തന്നെ അവനെ പിടിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ കൃത്യം നടന്നിട്ട് ഇന്ന് 6 ദിവസം കഴിഞ്ഞു. 6 ദിവസം കഴിഞ്ഞിട്ട് ഈ കാല് തല്ലിയൊടിച്ച ആൾ ഇപ്പോഴും ടൗണിൽ കൂടി നെഞ്ചു വിരിച്ച് നടക്കുകയാണ് ചെയ്തത്. അയാൾ പിടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത്തരം പ്രവണതകൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളമായിട്ട് ആവർത്തിക്കും. കാരണം ഒരു സാധാരണക്കാരൻ്റെ അയാൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തല്ല അയാളുടെ കാല് തല്ലിയൊടിച്ചത്. അയാൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ചന്ദ്രനെ ഓടി വരികയും അയാളുടെ കാല് തല്ലിയടിക്കുക ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ അയാൾ വളരെ പ്രായമുള്ള ഒരാളാണ്, കൂലിപ്പണിക്കാരനാണ്, ജീവിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരാളുടെ കാല് തല്ലി ഒടിച്ചിട്ട് ഈ പ്രതി ഇപ്പോഴും നാട്ടിലൂടെ നടക്കുക എന്ന് പറയുമ്പോൾ പോലീസ് അയാളെ പിടിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് ഗുരുതരമായ തെറ്റാണ്. കാരണം ഇത്തരം പ്രവണതകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും. നാടിൻ്റെ സമാധാനം ഇല്ലാതായി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനായിട്ടുള്ളത്. പുളിങ്ങോം ടൗണിൽ വെച്ചാണ് സംഭവം നടന്നത്. പോലീസ് വിചിത്രമായ മറുപടിയാണ് തരുന്നതെന്ന് പഞ്ചായത്ത് അംഗം CBM തോമസും പറയുന്നു. ഇവിടെ എൻ്റെ സഹപ്രവർത്തനം കൂടിയായ 6-ാം വാർഡ് മെമ്പർ ശ്രീ മാത്യു കാരിത്താങ്കൽ സൂചിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ ജനപ്രതിനിധിയായിട്ട് പ്രതിനിധാനം ചെയ്യുന്ന പുളിങ്ങോം വാർഡിലാണ്. ഈ വിഷയങ്ങളെ തുടർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും പോലീസുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ വിചിത്രമായ ചില മറുപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് മദ്യപിച്ച് നടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നിയമം എന്ന രീതിയിലാണ് പോലീസുകാർ പറഞ്ഞത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഉപദേശവും കൂടി വരുന്നു. നിങ്ങൾ മെമ്പർമാർ പോയി അവരോട് പറയണം, ഇങ്ങനെ ഇനി മദ്യപിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുകയോ പിടികൂടുകയോ ഒന്നും ചെയ്യുന്ന അവരെ വെറുതെ വിട്ടേക്കുക. കാരണം മദ്യപിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള നിയമങ്ങളാണ് ഉള്ളതെന്നാണ് ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നത്. അതുപോലെ തന്നെ അതായത് പറഞ്ഞു വരുന്നത്, ഞാൻ ലേശം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ വാർത്തയെടുക്കുന്ന ഈ വാർത്താലേഖകൻ്റെ തന്നെ കാലോ കയ്യോ തല്ലി ഓടിക്കാം, പക്ഷേ എന്നെ പിടിക്കാനൊരു നിയമമില്ല, കാരണം ഞാൻ മദ്യപിച്ചു എന്നതിൻ്റെ പേരില്ല. എന്നാൽ ഇവിടെ നടക്കുന്ന നിയമവ്യവസ്ഥ എന്താണ് ഇവിടുത്തെ പോലീസുകാർ കാണിക്കുന്നത്? ഒരാൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് അകത്തിടുക. അതുപോലെ തന്നെ വഴി സൈഡിലിരുന്ന ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോവുക. എന്നാൽ മദ്യപിച്ച ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ലെന്നുള്ള രീതിയിലാണ് ചെറുപുഴ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിൽ മദ്യപിച്ചവരെ നിങ്ങളാരും പിടിക്കേണ്ടതെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ്. അതായത് ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ മുഴുവനും കൂടി ഈ പ്രതിയെ പിടിച്ചു വെച്ചപ്പോൾ അവർക്ക് ആവശ്യമില്ലായിരുന്നു വിട്ടുകൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ കള്ളനും പോലീസും കളി പോലെ
അതായത് നിങ്ങൾ പ്രതിയെ പിടിക്കേണ്ട കുറ്റം ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചോളാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഈ പോലീസുകാരിവിടെ കൊടുക്കുന്നത്? അതായത് ഒരു പ്രതിയെ പിടിക്കേണ്ട അവരെ വെറുതെ വിടാനും പോയി സമൂഹത്തിലേക്ക് ഇവരെ എന്ത് സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഉള്ളത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് DGPക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും പരാതി കൊടുക്കാനും അതിനെക്കുറിച്ച് LDF ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കാൻ ഉള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിക്കേറ്റയാൾക്ക് ആദ്യം ചികിത്സ ലഭ്യമാക്കാനാണ് താങ്കൾ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ നിലപാട്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.